ഞാനിപ്പോൾ ഉള്ളത് വെങ്ങാനൂരാണ്. വെങ്ങാനൂർ എല്ലാവർക്കും അറിയാമല്ലോ. ഒരു കാലത്ത് അധസ്ഥിത വർഗത്തിന് വേണ്ടി പോരാടിയ ശ്രീ മഹാത്മാ അയ്യങ്കാളിയുടെ സ്മൃതി ദിനത്തിൽ നാളെ വെങ്ങാനൂരിന്റെ മണ്ണിലേക്ക് വേടൻ എത്തുകയാണ്. മഹാത്മാ അയ്യങ്കാളിയുടെ പേരുള്ള വില്ലുവണ്ടി പുരസ്കാരമാണ് ഏറ്റുവാങ്ങുന്നത്. നാളെ 10 മണിക്ക് വേടൻ എത്തുന്നതിന്റെ ഒരുക്കങ്ങളിലേക്കാണ് നാം പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു വേദിയും അല്ലെങ്കിൽ ഈ സ്പേസും നാളെ തികയുമോ എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വേടന്റെ നാളേക്കുള്ള വരവിനുള്ള മണ്ണിലാണ്. നാളെ 10 മണിക്കാണ് ഈ വേദിയിലേക്ക്, എനിക്ക് പിന്നിൽ കാണുന്ന ഈ വേദിയിലേക്ക് വേടൻ എത്തുന്നത്. ഇവിടുത്തെ സംഘാടക സമിതി അംഗങ്ങളൊക്കെ തന്നെ ചെറിയൊരു ആശങ്കയിലാണ്. കാരണം അവർ വിചാരിച്ച രീതിയിൽ ഈ വേദി നാളെ എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ വലിയ ടെൻഷൻ അവർക്കുണ്ട്. കാരണം ഒരു പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനപ്പുറം വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ കാണാനായി എത്തുന്ന ജനസമുദ്രമാണ് ശരിക്കും ഇവിടെ നിറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സംഘാടക സമിതി അംഗങ്ങളോടൊക്കെ തന്നെ ചോദിക്കാം. ഇവിടെ ഇന്നേ കാണാനെത്തിയ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇന്നേ എത്തിയില്ലേ? എവിടുന്നാ വരുന്നേ? ഞാൻ തിരുവല്ലേന്നാ വരുന്നത്. അപ്പൊ തിരുവല്ലയിൽ നിന്ന് ഇങ്ങ് വന്നു, രാവിലെ വന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രോഗ്രാമിന്റെ ഒരുക്കങ്ങളാണ്. തോന്നുന്നുണ്ടോ ഈ സ്റ്റേജ് എങ്ങനെയാണ് പറയുന്നത്? വേദന സംബന്ധിച്ച് പ്രോഗ്രാം അറിയാമല്ലോ, ഭയങ്കര ജനക്കൂട്ടമാണ്. കേരളത്തിന്റെ എല്ലാ ജില്ലയിലും എനിക്കൊന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ വരുമെന്നുള്ള രീതിയിലാണ്. ഉറപ്പാണ്. സ്റ്റേജിന്റെ പരിധികളൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒന്നും നമ്മുടെ കയ്യിലല്ല. ഒന്നും പരിധി വളരെ ചെറിയ സ്ഥലമാണ്. കിളിമാനൂരിലെ പരിപാടി തന്നെ നമ്മൾ കണ്ടതാണ്, അറിഞ്ഞതാണ് അല്ലേ? അപ്പൊ അത്രയും വലിയൊരു പ്ലേസ് ആയിട്ട് പോലും അവിടെ ഇല്ലേ? അപ്പൊ ശരിക്കും നാളെ അദ്ദേഹം ഒരു പുരസ്കാരം ഏറ്റുവാങ്ങാനാണ് വരുന്നത്, പ്രോഗ്രാമിനല്ല. എങ്കിൽ പോലും എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ വരവിനെ നമ്മൾ കാണുന്നത്? അല്ല, വേടൻ പറയുന്ന വാക്കുകള്, പാട്ടുകള് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രോഗ്രാം വേണമെന്നില്ല, പുരസ്കാരം മേടിക്കാൻ ആൾ കണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും എനിക്ക് വന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ ജനാവലിയായിരിക്കും. ശരിക്കും സംഘാടകരെയൊക്കെ ഞെട്ടിക്കൂല്ലേ? തീർച്ചയായും കേരളം ഞെട്ടും. കാരണം വില്ലുവണ്ടി പുരസ്കാരമാണ്, മഹാത്മാ അയ്യങ്കാളിയുടെ പേരുള്ള വില്ലുവണ്ടി പുരസ്കാരമാണ് ഹിരൺദാസ് മുരളി എന്ന വേടൻ ഏറ്റുവാങ്ങുന്നത് അല്ലേ? അത് ഈ വളരെ ചുരുങ്ങിയ നാള് കൊണ്ട് ഒരു പുരസ്കാരത്തിലേക്കൊക്കെ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും സാധിക്കുമോ? അല്ലേ? ഒരിക്കലും ഇല്ല. അതെ, എല്ലാവരും നമ്മുടെ ഈ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബാഡ് കമ്പനികളുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന വേടൻ്റെ വാക്കുകൾ, വേടൻ്റെ വരികൾ അത് ഭയങ്കരമാണ്. ഈ ചെറുപ്രായത്തിൽ 30 വയസ്സിനങ്ങാണ്ട് താഴെയുള്ളൂ, പക്ഷെ അദ്ദേഹം പറയുന്ന വാക്കുകൾ അത് മുഴുവൻ ജനങ്ങളും അത് ജാതിമത ഭേദമന്യേ ഏറ്റെടുത്തിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതെ. അപ്പോൾ നമ്മളെ നാളത്തെ ഈ വേദിയിലേക്ക് നമ്മൾ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മണിക്കൂറുകൾ എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായും. അതെ. അപ്പോൾ ഈ ചെറിയ വേദി ആയതുകൊണ്ട് സംഘാടകരോട് നമുക്ക് ചോദിക്കാം ഇനി എന്താണ് അവർക്ക് പറയാനുള്ളത്. എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് സാധുജന പരിപാലന സംഘത്തിലെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുരേഷ് ഏട്ടനാണ്. സുരേഷ് ഏട്ടൻ ഈ പ്രോഗ്രാമിന്റെ ഒക്കെ ടെൻഷനിലാണല്ലേ? നാളെ എന്തായിരിക്കും നമ്മുടെ എന്താ പറയാ വേടൻ എത്തുമ്പോ ഈ സ്ഥലം തികയുമോ ചേട്ടാ? ഒരു പ്രതീക്ഷയിലാണ്. ചിലപ്പോ നമുക്ക് എങ്ങനെ കൊണ്ടെത്തിക്കാൻ പറ്റുമെന്ന ഒരു കൺഫ്യൂഷനിലാണ്. സാധാരണ എങ്ങനെയായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ? എല്ലാ വർഷവും ഒരു 25,000-ഓളം ആൾക്കാർ ഇങ്ങനെ വന്ന് ചരമദിനത്തിന് വന്ന് പങ്കെടുത്ത് പുഷ്പാർച്ചന ചെയ്ത് അങ്ങനെ പോകുന്ന സ്ഥലമാണത്. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെയല്ല. നാളത്തെ വിഷയം എന്ന് പറയുന്നത് വേടം വരുമ്പോൾ പുറത്തു നിന്നുള്ള ആൾക്കാരും കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഉൾക്കൊള്ളാൻ പറ്റുമോ എന്ന് നമുക്കറിയില്ല. എങ്കിലും നമ്മൾ പ്രോഗ്രാം ഇല്ലാതെ മഹാത്മാവിൻ്റെ ചരമവാർഷികം ദിനത്ത് വേടനൊരു മഹാത്മാവിൻ്റെ പേരിലുള്ള പ്രഥമ വില്ലുവണ്ടി പുരസ്കാരം അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ട് അത് എന്താണ് ഈ ദിവസം തന്നെ അങ്ങനെ നമ്മൾ തിരഞ്ഞെടുക്കാൻ കാരണം മഹാത്മാ അയ്യങ്കാളിയുടെ ഓർമ്മ ദിവസത്തിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വേടനിലൂടെ ഒരുപാട് പേര് ചർച്ച ചെയ്തു തുടങ്ങി. വേടൻ ചോദിക്കുന്നൊരു വാക്കുണ്ട്, വില്ലുവണ്ടി ഓടിച്ച് തലപ്പാവ് വെച്ച് വരുന്നത് ആരാണെന്ന് ചോദിക്കുമ്പോൾ പൊതുസമൂഹം ഏറ്റു പറയുന്നൊരു കാലഘട്ടമാണ്. അതെ, അത് കഴിഞ്ഞ കാലങ്ങളിൽ അത് നമ്മുടെ ജനവിഭാഗമാണ് പറഞ്ഞത്. ഇത് പൊതുസമൂഹം ഏറ്റെടുത്തു. അതെ, ആ ചോദ്യം ചോദിച്ചത് വേടനായതുകൊണ്ട് ആണ് വേടനെ ഈ അവാർഡിലേക്ക് ഞങ്ങൾ പരിഗണിച്ചത്. ഈ പുരസ്കാരം വേടന് കൊടുക്കുന്നതിൽ തന്നെ പലർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. നമുക്കല്ല, പുറത്തുനിന്ന് എന്തിനാണ് കൊടുക്കുന്നത് ഇങ്ങനെ ഒരാൾക്ക് എന്ന് ഞങ്ങൾ പറഞ്ഞ ഒറ്റ ഇതാണ്. മഹാത്മാ അയ്യങ്കാളി പൊതു എന്ന ആശയവുമായി ബന്ധപ്പെട്ട് പൊതുവഴികൾ തുറന്നു തന്നപ്പോൾ നമുക്ക് നിഷേധിച്ചൊരു സ്ഥലമാണ് ഈ പൊതു സ്റ്റേജുകൾ. ആ സ്റ്റേജുകളിൽ നിന്നുകൊണ്ട് വേടൻ ഉറക്കെ പറയുകയാണ് മഹാത്മാവിനെ കുറിച്ച്. അതാണ്
വേടനെ ഞങ്ങൾ പരിഗണിക്കാനുണ്ടായ ഏറ്റവും വലിയ ക്വാളിറ്റി.